ഒരു സാംസങ്ങിൻ്റെ ഫോണാണ് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. സാംസങ് A42 5G അതാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. ഇതാണ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാംസങ്ങിൻ്റെ ഫോണാണ്. ഇതെങ്ങനെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. കണ്ടോ, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പാർട്ട് ന്യൂ. ആദ്യം നമുക്ക് ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം, നോർമൽ ടു സ്കെച്ച്, എന്നിട്ട് സെൻറ്റർ പോയിന്റ് റെക്റ്റാങ്കിൾ. ഓക്കെ, സ്മാർട്ട് ഡയമെൻഷൻ 165 mm, വിഡ്ത്ത് വന്നിട്ട് 75 mm. ഓക്കെ, എന്നിട്ട് ഫില്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫില്ലേറ്റ് 10 mm. ഓക്കെ, ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് 10 mm. ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത്, ആദ്യം ഇതിൻ്റെ സ്വിച്ചൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ലെവലിൽ അങ്ങോട്ട് വെക്കാം. ആദ്യത്തെ നമ്മുടെ സ്വിച്ചെല്ലാം ഓക്സ് കേബിളിൻ്റെ പിന്നിൻ്റെ ഹോളും ചാർജറിൻ്റെ ഹോളും അതൊക്കെ നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, ആദ്യം സർക്കിൾ, ആദ്യം ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ, അഗൈൻ സർക്കിൾ, ദെൻ റെക്റ്റാങ്കിൾ, അഗൈൻ സർക്കിൾ. ഇത് മൈക്കാണ്, മൈക്കിൻ്റെ ഹോള്. ഇത് സ്പീക്കറിൻ്റെ ഹോൾ. അഗൈൻ ഇനി സ്പീക്കറിൻ്റെ ഹോള്. അതിൻ്റെയൊക്കെ നമുക്ക് ഡയമെൻഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. മൈക്കിൻ്റെ 3 mm, 3.5 mm. ചാർജറിൻ്റെ ഡയമെൻഷൻ 8 mm, വിഡ്ത്ത് 2.5 mm. എല്ലാം സെലക്ട് ചെയ്തിട്ട് ഫില്ലേറ്റ് 1 mm. സി പോർട്ടാണ് എൻ്റെ, സി പിന്നാണ്, അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നോട്ടെ. ഇനി ഇതിൻ്റെ ഡയമെൻഷൻ, ഇതിൻ്റെ ഇതൊട്ട് ഇതുവരെയുള്ള 20 mm. ഈ ലൈൻ തൊട്ടിട്ട് ഈ ലൈൻ വരെ. ഓക്കെ, ഈ ലൈൻ വരെ 6 mm. സ്പീക്കറിൻ്റെ ലെങ്ത് തൊട്ടിട്ട് 5 mm. മൈക്കിൻ്റെ ഹോള് 1.5 mm. സ്പീക്കറിൻ്റെ ഹോളിൻ്റെ 2.5 mm. 2 mm മതി. ഇനി നമുക്ക് മൈക്കിനെ കുറച്ച് ഒരു 4-5 ഹോൾ വേണമല്ലോ. റിവേഴ്സ് ഡയറക്ഷനിൽ 2.5 mm. ഓക്കെ, 4 ഹോള് വെച്ചിട്ടുണ്ട്. ഓക്കെ കൊടുത്തതിന് ശേഷം നേരെ എക്സ്ട്രൂഡ് കട്ട് കൊടുക്കാം. എക്സ്ട്രൂഡ് കട്ടിൽ 7 mm. ഓക്കെ, നമ്മുടെ ഹോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ടിൻ്റെ പിന്നും ലോക്കിൻ്റെ സ്വിച്ചും ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ സെൻറ്റർ പോയിന്റ് വരച്ചു കൊടുക്കാം. സെൻറ്റർ പോയിന്റ് വരച്ചു കൊടുക്കുന്നത് എന്തിനാണ് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ആ സെൻറ്ററിൽ തന്നെ ആ ഡ്രോയിങ് വരാൻ വേണ്ടിയിട്ടാണ്. അഗൈൻ സെൻറ്റർ പോയിന്റ് റെക്റ്റാങ്കിൾ, കുറച്ച് ഞെട്ടത്തിൽ. സ്മാർട്ട് ഡയമെൻഷൻ 20 mm. Again 10 mm, 5 mm, 5 mm വേണ്ട, 3 mm, 3 mm,
distance between these two and 38 mm. Distance between these two 10 mm. 38 mm. നേരെ ഫില്ലേറ്റ് എടുക്കാം 1 mm 1.5 mm. ഓക്കെ, ഇനി നമുക്ക് ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് 1 mm. ഓക്കെ കൊടുക്കാം. ഇനി ഫില്ലേറ്റ് ബോഡി 3D ഫില്ലേറ്റ് എടുക്കാം 1 mm. ഈ ഫേസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അഗൈൻ ഫില്ലേറ്റ് 5 mm ബാക്ക് സ്പേസ്. ഓക്കെ, കണ്ടോ നമ്മുടെ ബോഡി ഇവിടെ കറക്റ്റായിട്ട് ഏകദേശം എല്ലാ ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാക്ക് സ്പേസ് സെലക്ട് ചെയ്യാൻ നോർമൽ ടു സ്കെച്ച് ഒരു റെക്ടാങ്കിൾ വരച്ചു കൊടുക്കാം. കോർണർ റെക്ടാങ്കിൾ. കോർണർ റെക്ടാങ്കിൾ വരച്ചിട്ട് ഈ 2 ലൈനും കൊളീനിയർ. ഇത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് നോക്കണം. 5 mm റേഡിയസ് 5 mm. അതുപോലെ തന്നെ ഇവിടെയും 5 mm. ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡയമെൻഷൻ 100 mm. ഓക്കെ, നേരെ നമുക്ക് ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡിൽ അത്രക്കൊന്നും വേണ്ട, 0.001 mm. അതെന്തിനാണ് പറഞ്ഞാൽ അതൊരു ഡിസൈൻ ഉണ്ട്. ഈ A42 ഒരു ഡിസൈൻ ഉണ്ട് ചെറുതായിട്ട്. ബാക്കിൽ ഒരു കളർ ഡിഫറൻസ് ഉണ്ട്, അതിനാണ്. എന്നിട്ട് നമുക്ക് ഇനി ബാക്കിൽ ക്യാമറ ക്രിയേറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ആദ്യം ഒന്ന് നോക്കാം. ഈ ഫേസ് സെലക്ട് ചെയ്യാം, നോർമൽ ടു സ്കെച്ച്, സെൻറ്റർ പോയിന്റ് റെക്ടാങ്കിൾ, സ്മാർട്ട് ഡയമെൻഷൻ, 160 mm, 65 mm, ഫില്ലേറ്റ് ഓക്കെ കൊടുക്കാം. ഒരു സർക്കിൾ വരച്ചു കൊടുക്കാം. ഒരു സർക്കിൾ അതെന്തിനാണ്? ഫ്രണ്ട് ക്യാമറയ്ക്കാണ്. ഒരു ട്രിം ചെയ്യാം. ട്രിം ഇത് നമുക്കൊന്ന് കുറയ്ക്കാം. 158 mm. എന്നിട്ട് സർക്കിൾ, സെൻറ്റർ പോയിന്റ് എന്നൊരു സർക്കിൾ.